ഞാനൊന്ന് പറയട്ടെ. എടോ ഈ ഇപ്പൊ സമയമില്ല, ഞാൻ ഒരു അത്യാവശ്യം ഒരു സ്ഥലം വരും. നമുക്ക് പിന്നെ കാണാം. ഓക്കെ. എടോ അതല്ല, ഈ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനെന്താ മനസ്സിലായില്ലേ? താ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള. അപ്പം ചേട്ടന് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണ്ടേ? അല്ല, ഞാൻ മറ്റേ സെലിബ്രിറ്റി ഫൈസ്. ഇപ്പം എനിക്കൊന്നും സമയമില്ല. താ റെയിൽവേ സ്റ്റേഷനിലുള്ള വഴി എന്ന് പറഞ്ഞു. ചേട്ടനെ പോലുള്ള ഒരാളെ കാത്തിരിക്കുക. ചേട്ടൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല കേട്ടോ. എന്താ വയ്യേ? അല്ല, അങ്ങനെയല്ല. ഈ എവിടെ പോയാലും ക്രൗഡും ഫാൻസുകാർ കൊണ്ട് തോറ്റ് അതല്ലേ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, താൻ ഇഷ്ടപ്പെട്ട് തന്നെയല്ലേ ഈ പരിപാടി ചെയ്യുന്നത്? അതെ ആണല്ലോ. അങ്ങനെയല്ല കേട്ടോ, ഞാൻ പറയുന്നത് കേൾക്ക്. 4 ആള് തൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹിച്ച് തന്നെയല്ലേ നടക്കുന്നത്? അതെ. പിന്നെ തനിക്ക് എന്ത് തേങ്ങയാ? അല്ല, അത് അങ്ങനെയല്ല. ചേട്ടൻ്റെ ജോലിയാണ്. എൻ്റെ അവസ്ഥ ചേട്ടൻ മനസ്സിലാവുമല്ലോ. ഞാൻ ജേർണലിസ്റ്റ്. അപ്പോൾ ചേട്ടൻ ഇതേപോലെ ഒരു സെലിബ്രിറ്റി ആയ ജേർണലിസ്റ്റാണെന്ന് കരുതാം. അപ്പോൾ ചേട്ടൻ ഇതേപോലെ ഒരു സ്ഥലത്ത് പോകുന്നു. അപ്പോൾ 4 ആൾ കൂടുന്നു, ഇതേപോലെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ചേട്ടൻ്റെ ടൈം അവിടെ വെറുതെ വേസ്റ്റ് ആയില്ലേ? അതാണ് എൻ്റെ ചോദ്യം. ഇവിടെ 4 ആൾ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നത് തനിക്ക് എന്താണോ? എടുക്കട്ടെ. എന്ത് സുഖമുണ്ട് പറഞ്ഞു കേട്ടപ്പോൾ. അങ്ങനെയല്ല ചേട്ടാ. അപ്പോൾ അവിടെ ചേട്ടൻ്റെ ടൈം വേസ്റ്റ് ആവുകയല്ലേ ചെയ്യുന്നത്? എടോ, ടൈം വേസ്റ്റ് ആവുന്ന ഞാൻ സഹിച്ചു. മനസ്സിലായോ? അവരൊക്കെ എന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് അവരെന്നെ വന്നെടുക്കുന്നത്. മനസ്സിലായല്ലോ? പിന്നെന്താ തൻ്റെ പ്രശ്നം? ചേട്ടാ, ഈ പച്ചമൈന പോലത്തെ ചാനലുകൾ കാണാറില്ലേ? അതിനൊക്കെ കാണാറില്ലേ? ഈ മറ്റേ ഇൻഫ്ലുവൻസ് പോകുമ്പോൾ അവർ ഇങ്ങനെ ബാക്കിൽ നടക്കുന്നതൊക്കെ. ഇതൊക്കെയാണ് ചേട്ടാ പ്രശ്നങ്ങൾ. മനസ്സിലാക്ക്. എടോ, ജേർണലിസ്റ്റുകളുടെ വില കളയാൻ ഇതേപോലത്തെ പച്ചമൈന പോലത്തെ കുറേ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരുടെ പണി ഇങ്ങനെ കുറേ ഉണ്ടാക്കി കുറേ യൂട്യൂബ് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എടോ, അതല്ല. എടോ, തന്നെ ഇഷ്ടപ്പെട്ട് വരുന്നവരെ കൂടെ നിർത്തും. അവരൊക്കെയാണ് ഫോട്ടോ എടുക്കാൻ വരുന്നത്. അല്ലാതെ ഇങ്ങനെയുള്ളവന്മാരെ ഏതാ ഈ നടക്കുന്നവന്മാരെയൊക്കെ ഡീൽ ചെയ്യാനേ നാം പഠിക്കണം. അങ്ങനെ ഡീൽ ചെയ്ത് പഠിച്ചവരൊക്കെ തന്നെ ഇപ്പം വലിയ സെലിബ്രിറ്റി ആയിട്ട് നിന്നത്. പിന്നെ ബാക്കി ഫാൻസിനെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നമ്മുടെ താരങ്ങൾക്കടക്കം നല്ലോണം അറിയാം. ഏതാ മമ്മൂക്കയാണേലും ലാലേട്ടനാണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും അവരവരുടെ സ്വഭാവത്തിനനുസരിച്ച് അവർ വൃത്തിയായിട്ട് അങ്ങനെ നിന്നോ. അതുണ്ടോ മമ്മൂട്ടിയുടെ ഞാനാ കേട്ടോ. അപ്പം ഈ ബോളിവുഡിലൊക്കെ താൻ കണ്ടിട്ടില്ലേ? ബോളിവുഡിൽ ഇതേപോലൊക്കെ തന്നെ. പിന്നെ ചില താരങ്ങൾ ഈ ബോളിവുഡിലൊക്കെ ഈ എയർപോർട്ട് ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കുറച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപാടി ചെയ്യുന്നുണ്ട്. റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി പല പരിപാടികളും ചെയ്യും. അതല്ല ശരിക്കും പറഞ്ഞ സത്യം. താൻ ആദ്യം അത് മനസ്സിലാക്കണം. തന്നെ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ അവർ തൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും. ഓക്കെ, എന്നെ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാർ എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കട്ടെ. എപ്പോഴാണോ? താനിപ്പോൾ റെയിൽവേ സ്റ്റേഷനോ? ഓടാ, നീ തീർന്നടാ, തീർന്ന്. ജേർണലിസ്റ്റ് നീ നോക്കിച്ചോ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിക്കണം. ഇനി ഞാനൊന്ന് പറയട്ടെ.